നമസ്കാരം. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയോട് പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകളോടെ ചിലർ നടത്തുന്നതെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്നയാളാണ് ഈ വർഗീയ പ്രചാരണം നടത്തുന്നത്. മുഖ്യമന്ത്രിയാണ് ഇതിനു പിന്നിൽ. ഈ വർഗീയ പ്രചാരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നാവായിട്ടാണ് വേറെ ചിലർ പറയുന്നതെന്നും സതീശൻ പറഞ്ഞു. എത്ര ഹീനമായ വർഗീയതയാണ് പറയുന്നത്. ലീഗ് കലാപം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതല്ലേ? പോലീസ് അദ്ദേഹത്തിന് കീഴിലല്ലേ? പിണറായിക്ക് പറയാൻ പറ്റാത്തതെല്ലാം ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അത് തുടരട്ടെ, നിർത്തണ്ട. തെരഞ്ഞെടുപ്പ് വരെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്നും സതീശൻ പറഞ്ഞു. ബി.ജെ.പിയും RSSും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ ചില വ്യക്തികളെ മുന്നിൽ നിർത്തി വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. CPI നേതാവിനെ ചതിയൻ ചന്തുവെന്ന് വിളിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെ ചീത്ത വിളിക്കുന്നു. ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും SNDPക്കും SN ട്രസ്റ്റിനും നിരവധി സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ശരിയായ ചോദ്യം ചോദിച്ചപ്പോൾ ആ റിപ്പോർട്ടറെ വർഗീയവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ഇതിനെല്ലാം കുടപിടിച്ചു കൊടുക്കുന്നത് പിണറായി വിജയനാണെന്നും സതീശൻ പറഞ്ഞു. RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നല്ല തമാശയാണ്. RSSന്റെ കൂടെ പിന്തുണയോടെ 1977 നിയമസഭയിലേക്ക് ജയിച്ചു വന്നയാളാണ് പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ ആളാണ് പിണറായി. തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി ADGP അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തയാളാണ് പിണറായി. അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്തുവെന്നും സതീശൻ പറഞ്ഞു. അതേസമയം വെളുക്കാൻ തയ്ച്ചത് പാണ്ടായ അവസ്ഥയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശിവഗിരിയിൽ വെച്ച് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉയർന്ന ചോദ്യത്തോട് നിയന്ത്രണം വിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ക്ഷുഭിതനായിരുന്നു വെള്ളാപ്പള്ളി. ഇതിൽ വിശദീകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടിയായിരുന്നു ഇന്ന് കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിലും വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിളയാടി. ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി കൂടുതൽ വെട്ടിലാവുകയും ചെയ്തു. റിപ്പോർട്ടർ TVയിലെ മാധ്യമപ്രവർത്തകനായ റഹീസ് റഷീദിനെയാണ് വെള്ളാപ്പള്ളി പേര് നോക്കി തീവ്രവാദി എന്ന് വിളിച്ചത്. ഈ തീവ്രവാദി വിളിയെ മറ്റുള്ള മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി ക്ഷുഭിതനായി. മൈക്ക് എടുത്ത് വലിച്ചെറിയുമെന്ന വിധത്തിലടക്കമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതോടെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ തള്ളി മാധ്യമ ലോകവും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നു. വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കേരള പത്രപ്രവർത്തക യൂണിയനും. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിലാണ് യൂണിയനും നടപടി സ്വീകരിക്കുക. വിവാദ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം കടുക്കുമ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളി പറയാത്ത പിണറായി വിജയനാണ് വീണ്ടും വെട്ടിലായത്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ഇന്ന് MV ഗോവിന്ദനും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഇതോടെ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിളയാടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുന്നത് പിണറായിക്കാണ്. ഇങ്ങനെ ഒരാളെ എന്തിന് പിണറായിയും CPMും പിന്തുണയ്ക്കുന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന്. കഴിഞ്ഞ ദിവസം തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.